മുസ്ലിം ലീഗിന് മാത്രമല്ല ഇതര മുസ്ലിം സംഘടനകൾക്കും ഈ കാര്യത്തിൽ കൺസേൺ ഉണ്ടാകും. കാരണം തുടർന്ന നിലപാട് പ്രഖ്യാപനം അതും പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ച് ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. ഈ വിഷയത്തിൽ രൂക്ഷമായി തന്നെ ലീഗ് പ്രതികരിക്കാനാണോ സാധ്യത? അഭിലാഷ്, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴും മുസ്ലിം ലീഗ് ആ തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ഇതുവരെ പോയിരുന്നില്ല. നേതാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് തിരിച്ച് അതേ മട്ടിൽ പ്രതികരിച്ച് സാഹചര്യം കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തത്. കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിലും അത്തരത്തിലൊരു തീരുമാനമാണ്. വെള്ളാപ്പള്ളിക്ക് അതേ നാണയത്തിൽ മറുപടി പറയേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് മുസ്ലിം ലീഗ് എടുത്തിരുന്നത്. പക്ഷേ ഇനി ഇത്തരത്തിൽ ചില കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്ന സാഹചര്യത്തിൽ ലീഗ് നേതാക്കന്മാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാണേണ്ടതാണ്. ഇന്ന് വയനാട്ടിലൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ചില സ്വകാര്യ പരിപാടികളാണെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഇക്കാര്യത്തിൽ ഇനി പ്രതികരണം നമുക്ക് ഇനിയുള്ള എന്ത് നിലപാടായിരിക്കും ലീഗ് എടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഇതിനകം തന്നെ വളരെ കൃത്യമായുള്ള നിലപാട്, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞ കാന്തപുരമായൊക്കെ തനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് വെള്ളാപ്പള്ളി ഇന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ഈ കാന്തപുരം വിഭാഗം പോലും വളരെ കൃത്യമായി വെള്ളാപ്പള്ളി നടത്തുന്നത് വലിയ സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്ന വർഗീയമായ പരാമർശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സംഘടനകളെല്ലാം ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിൽ, അതായത് വെള്ളാപ്പള്ളി നടത്തുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ശക്തി പകരുന്ന രീതിയിൽ കേരളത്തിൽ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു പരാമർശങ്ങളും നിലപാടുകളുമാണ് വെള്ളാപ്പള്ളി തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഇതിനെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനോടെടുത്ത സമീപനം വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സമുദായത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തോതിലുള്ള വോട്ട് ഷിഫ്റ്റിംഗ് UDF പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന, കഴിഞ്ഞ കാലത്തെ പ്രസ്താവനകളും അതിനോട് CPM എടുത്ത ചില നിലപാടുകളും വഴിയൊരുക്കിയിട്ടുണ്ടെന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വെള്ളാപ്പള്ളി ഇത് സമാനമായ പ്രസ്താവനകളും പ്രതികരണവുമായി മുന്നോട്ട് പോകുന്നു. CPM ഇതിൽ എന്ത് നിലപാടെടുക്കുന്നത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM-നോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുഭാവമുള്ള സംഘടനകളുണ്ടല്ലോ. ഇപ്പോൾ INL പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗം CPM-നോട് പലപ്പോഴും അനുഭാവപൂർണ്ണമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. സമസ്തയിലെ തന്നെ ഒരു വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം CPM അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം ആ പാർട്ടി നിലനിർത്തുന്നുണ്ടാവുമല്ലോ. ഈ സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്ന ബ്ലാങ്ക് ചെക്ക് പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രാഥമികമായും അവരെയൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ നിലപാട്. വെള്ളാപ്പള്ളിയുടെ നിലപാട് ഒന്ന്, മറിച്ച് അതിനോട് മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും എടുക്കുന്ന നിലപാട്. ഇന്നലെ MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടത്തിയ മലപ്പുറം പരാമർശത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ വർഗീയ പരാമർശം നടത്തുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ പൂർണ്ണമായും തള്ളിപ്പറയേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിലപാട് CPM എടുക്കാത്തിടത്തോളം കാലം ഈ സംഘടനകൾ, പ്രത്യേകം സൂചിപ്പിച്ചതുപോലെ CPM ഇടതുപക്ഷവുമായൊക്കെ വലിയ അനുകൂലമായ നിലപാടെടുക്കുന്ന ഈ സംഘടനകൾ അത് സർക്കാരുമായി അത്തരത്തിലുള്ള ഡയലോഗിന് ഇനി അവർക്ക് സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, അവരുടെ അനുഭാവികളും നേതൃതലത്തിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരും വലിയ തോതിൽ CPM-വുമായി അകന്നു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. INL ഉൾപ്പെടെയുള്ള സംഘടനകൾ, അവർ നേതാക്കന്മാർക്ക് പരസ്യമായി CPM-നോട് അങ്ങനെ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടി അവരുടെയൊക്കെ മനസ്സ് ഈ CPM-ന്റെ ഈ നിലപാടിനോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയെ എടുക്കുന്ന നിലപാടിനോട് CPM കാണിക്കുന്ന മൃദു സമീപനത്തോട് വളരെ വിയോജിപ്പും എതിർപ്പും അസ്വസ്ഥതയുമുണ്ട്. ഇത് അതിരൂക്ഷമായ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ CPM കൃത്യമായ നിലപാട് എടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് ഈ സംഘടനകൾ രംഗത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും INL ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലും INL രണ്ട് വിഭാഗവും, നാഷണൽ ലീഗും INL ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള തുറന്ന അഭിപ്രായ പ്രകടനത്തിലേക്ക് INL ഉൾപ്പെടെയുള്ള പാർട്ടികളും മറ്റ് ചില മുസ്ലിം സംഘടനകളും തീർച്ചയായിട്ടും സാമൂഹ്യ പ്രത്യാഘാതം മാത്രമല്ല രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിൽ വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യത നിശ്ചയമായിട്ടും ഇടതുമുന്നണിക്കാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊണ്ട ശേഷവും ആ ഒരു കോഴ്സ് കറക്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ